ഷെൻഹുവോയുടെ കേസിൽ ഇടപെടരുത് എന്ന വാണിംഗ് നൽകിക്കൊണ്ട് ലുവോഷിയും പ്രിൻസസും ഒക്കെ വന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് യാൻഷിങ് നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ്. അവൾ ചെല്ലുമ്പോൾ സാവയും ഹാനും ഒരുമിച്ചുണ്ടായിരുന്നു. ചേച്ചിയുടെ സുഖവിവരം അന്വേഷിച്ച ശേഷം അവൾ ഹാനിന് പ്രിൻസസുമായും ബാവോഹുമാനുമായുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി പറയാൻ കഴിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. അതിനവൾ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ അവന് കുറച്ചുകൂടി സമയം നൽകണം, എനിക്ക് അവനെ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അവളെ സമാധാനിപ്പിക്കുന്നു. അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ അവളെ കണ്ട് പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് തലേ ദിവസം രാത്രി അവളുടെ ചേച്ചിയെ പേടിപ്പിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഷെന്തു രാവിലെ തന്നെ കുറെ വില കൂടിയ മരുന്നുകൾ ഗിഫ്റ്റായി കൊടുത്തയച്ചിരുന്നുവെന്ന് അവൾ അറിയുന്നത്. അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അവളുടെ കുടുംബത്തോട് അവൻ ഇങ്ങനെ ഒരു കരുതൽ കാണിക്കുന്നത് എന്ന് അമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട്. യാൻഷിങ്ങും സന്തോഷിച്ചു നിൽക്കുമ്പോഴാണ് ഇനി ചേച്ചിയോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുമോ അവൻ ഇങ്ങനെ ചെയ്തത് എന്ന് അമ്മയ്ക്ക് ഡൗട്ട് അടിച്ചത്. അതിനെ തുടർന്ന് അമ്മ ഓരോന്ന് പറഞ്ഞ് കാട് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിച്ച് അമ്മയെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൾ വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അന്ന് യാൻഷിങ്ങിന്റെ അങ്കിൾ രാജ്ഞിക്ക് വേണ്ടി പുതിയൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നു. രാജ്ഞിക്കത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ അസിസ്റ്റന്റ് മാഡം ഷൂ ആണ് ആ പാട്ട് തനിക്ക് നൽകിയത് എന്ന് അങ്കിൾ അറിയിച്ചപ്പോൾ ഷെന്തുവിന്റെ കുട്ടിക്കാലത്ത് അവനെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വളരെ അപൂർവമായി മാത്രം ലഭിക്കാറുള്ള ഒരു കിഴങ്ങ് മാഡം ഷൂ കാട്ടിൽ നിന്ന് തനിക്ക് വേണ്ടി കൊണ്ടു തന്നതിനെ പറ്റി രാജ്ഞി ഓർക്കുന്നു. അന്ന് കുട്ടിയായിരുന്ന ഷെന്തുവിനെ രക്ഷിക്കാനായിരുന്നു തന്നെ പ്രീതിപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ എന്താണ് അവളുടെ ഉദ്ദേശം എന്നും രാജ്ഞി മാഡം ഷൂവിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല എന്നാണ് മാഡം ഷൂ പറഞ്ഞത്. ഷെന്തു ഈ സമയം പുറത്തു നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവനെ രാജ്ഞി അകത്തേക്ക് വിളിപ്പിക്കുന്നു. ഷെൻഹുവോയുടെ കേസിന്റെ അന്വേഷണ ഉത്തരവാദിത്തം തനിക്ക് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് രാജ്ഞിക്കറിയാം. അത് അവന് തന്നെ നൽകണമെന്നാണ് മാഡം ഷൂവിന്റെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് അവർ രാജ്ഞിയെ ഇങ്ങനെ സന്തോഷിപ്പിച്ചത്. അതും രാജ്ഞിക്കറിയാം. പക്ഷേ ലുവോഷി രാവിലെ തന്നെ വന്ന് കേസ് അന്വേഷിക്കാൻ അനുവാദം ചോദിച്ചതുകൊണ്ട് രാജ്ഞിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഷെന്തുവിന്റെ കയ്യിലെ കെട്ട് കണ്ടപ്പോൾ അവന്റെ കൈ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് വെറുതെ റിസ്ക് എടുക്കേണ്ട, റെസ്റ്റ് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ രാജ്ഞി അവനെ ഒഴിവാക്കാനായി ശ്രമിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അവനും മാഡം ഷൂവും കൂടി വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നതിനാൽ അവസാനം അന്വേഷണ ചുമതല രാജ്ഞി അവന് തന്നെ നൽകുന്നു. പക്ഷേ മുമ്പ് അവനെ ഏൽപ്പിച്ചിരുന്ന കോമൺ സ്കൂളിലേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ ഉത്തരവാദിത്തം മന്ത്രി സാങ്ങിന് നൽകണമെന്ന് കൂടി രാജ്ഞി ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. ഷെന്തു അത് സമ്മതിക്കുന്നു. പരീക്ഷയുടെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണെങ്കിലും ആ സമയത്തെ സുരക്ഷാ ഉത്തരവാദിത്തങ്ങളെല്ലാം അവന് തന്നെയാണ് രാജ്ഞി നൽകിയത്. പക്ഷെ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് മാത്രം ആ ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവൻ അറിയിക്കുന്നു. ആ ആവശ്യത്തിന് വേണ്ടി ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണമെങ്കിലും അവന് ആളുകളെ ജോലിക്കെടുക്കാം എന്ന് രാജ്ഞി അപ്പോൾ പെർമിഷൻ നൽകുന്നുണ്ട്. രാജ്ഞി എക്സാം ഡ്യൂട്ടി മന്ത്രി സാങ്ങിനെ ഏൽപ്പിച്ചു എന്നറിഞ്ഞ പ്രിൻസസ് ശരിക്കും ദേഷ്യത്തിലാവുന്നു. മന്ത്രി സാങ് സപ്പോർട്ട് ചെയ്യുന്നത് പ്രിൻസിനെ ആണല്ലോ. മന്ത്രിക്ക് കൂടുതൽ അധികാരം കിട്ടുന്നത് പ്രിൻസിന് അധികാരം കിട്ടുന്നത് പോലെയാണ്. രാജ്ഞിക്ക് പ്രായമായി വരികയാണ്. അടുത്ത അവകാശിയായ കുമാരന് പ്രായപൂർത്തിയാവുന്നത് വരെ ഭരണം നടത്താനുള്ള ചാൻസ് ഈ പ്രിൻസിനോ പ്രിൻസസിനോ ആണ് കിട്ടാൻ സാധ്യത. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ പരോക്ഷമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ അധികാരത്തിന് വേണ്ടി ഇങ്ങനെയുള്ള മത്സരം നടക്കുന്നതിനെ പറ്റി ലുവോഷിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവനും ഇത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എക്സാം ഡ്യൂട്ടി കിട്ടിയ വിവരം മന്ത്രി സാങ് സന്തോഷത്തോടെ പ്രിൻസിനെ അറിയിക്കുന്നു. പക്ഷേ ഷെന്തുവിന് കൂടുതൽ അധികാരം കിട്ടിയത് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ എന്തെങ്കിലും പണി കൊടുക്കുന്നതിനെ പറ്റി അയാൾ പ്രിൻസിനോട് സൂചിപ്പിച്ചെങ്കിലും പ്രിൻസ് അതിന് താല്പര്യമില്ലാത്തതുപോലെ അയാളെ മടക്കി അയക്കുന്നു. യാൻഷിങ് അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് ഷെൻഹുവോയുടെ കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം ഷെന്തുവിന് തന്നെ ആണ് എന്ന് അറിയുന്നത്. അവൾക്കും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നേരിട്ട് അക്കാര്യം പറയാതെ അന്ന് മുഴുവൻ അവൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. അവൻ സ്റ്റഡി റൂമിലേക്ക് എത്തിയപ്പോഴേക്കും എഴുതാനുള്ള മഷിയൊക്കെ അവൾ റെഡിയാക്കി വെച്ചിരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ബുക്സ് ഒക്കെ അടുക്കി പെറുക്കി വെക്കുകയും ചെയ്യുന്നു. അതും പോരാഞ്ഞിട്ട് അവൾ തന്നെ നേരിട്ട് പോയി അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുമുണ്ട്. അതൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ച ശേഷം അവൾ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തിയത് കഴിക്കാൻ നൽകുന്നു. ആദ്യം ഒരു ചിക്കൻ പീസാണ് അവൾ നൽകിയത്. ഇവൾക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയാമോ എന്ന് സംശയിച്ചുകൊണ്ടാണ് അവനത് ടേസ്റ്റ് ചെയ്തത്. പക്ഷെ ടേസ്റ്റ് അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ അല്ലെങ്കിലും ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെ സിമ്പിളാണിത് എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. ഷെന്തുവിനത് കേട്ടപ്പോഴേക്കും ഓക്കാനം വരുന്നുണ്ട്. അവൻ വല്ല വിധേനയും അത് അകത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ അവൾ കുറച്ച് സൂപ്പ് എടുത്തു കൊടുക്കുന്നു. അവൻ അതും വാങ്ങി ഒരു കവിൾ കുടിച്ചപ്പോഴാണ് മാഡം താങ് ഡെഡ് ബോഡികൾ നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ച അതേ ചേരുവകൾ തന്നെയാണ് ഈ സൂപ്പിനും ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്ന് അവൾ ചോദിച്ചത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഷെന്തുവിനെ വായിലിരുന്നത് തുപ്പിക്കളയാൻ തോന്നുന്നുണ്ട്. പക്ഷേ റൂമിനുള്ളിലായതുകൊണ്ട് അതിന് പറ്റില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടി അവനത് ഇറക്കുന്നു. അവളുടെ ഇതുവരെയുള്ള സംസാരം കൊണ്ട് തന്നെ അവന് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മതി, എന്താണ് അവളുടെ ആവശ്യമെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ അവൻ പറയുന്നു. ഇത്ര പെട്ടെന്ന് കാര്യം സാധിക്കുമെന്ന് അവൾ കരുതിയിരുന്നതല്ല. എന്തായാലും സന്തോഷത്തോടെ ഷെൻഹുവോയുടെ കേസ് അന്വേഷണത്തിൽ തന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അവൾ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ കേട്ടപ്പോൾ തന്നെ അവൻ നോ പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ കേസ് വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് അവളെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കേസിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് പ്രിൻസും ലുവോഷിയും ഒക്കെ തന്നെ കാണാൻ വന്നതിനെ പറ്റി അവൾ പറയുന്നുണ്ട്.
അവൻ തന്നെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലും അവൻ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ തനിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്തായാലും റിസ്ക് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തനിക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നൊക്കെ അവൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അവൻ സമ്മതിച്ചുകൊണ്ട് ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ ടോക്കൺ എടുത്ത് അവൾക്ക് നീട്ടുന്നു. പക്ഷെ അത് നൽകുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്നോട് കൂടി ആലോചിക്കണമെന്ന് കൂടി അവൻ പറയുന്നുണ്ട്. അവൾ അത് സമ്മതിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ ടോക്കൺ വാങ്ങുന്നു. ആ ടോക്കണിൻ്റെ സഹായത്തോടെ അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ അന്വേഷണം തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം ഷെൻഹു കൊന്നു എന്ന് കരുതപ്പെടുന്ന ലേഡിയുടെ വീട്ടിലാണ് അവൾ അന്വേഷണത്തിന് പോയത്. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം കാരണം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിൻ്റെ മനോനില തെറ്റിയിരുന്നു. അതുകൊണ്ട് അയാളിൽ നിന്ന് യാങ്ഷിങ്ങിന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കാര്യസ്ഥനോട് ചോദിച്ചാണ് അവൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് ഭിത്തിയുടെ മുകൾ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ അവിടം പരിശോധിച്ചപ്പോൾ അവൾക്കൊരു തുണി കിട്ടുന്നു. അതിൽ ജിങ്ഷു വർക്ക്ഷോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. ആ തുണി കണ്ടപ്പോൾ എന്തോ കണ്ട് പേടിച്ചതുപോലെ അയാൾ ആകെ ബഹളം വയ്ക്കുന്നതിനിടയിൽ ഈയാമ്പാറ്റ തീ എന്നൊക്കെ പറയുന്നുമുണ്ട്. അതൊക്കെ ഷെൻഹുവുമായി ബന്ധപ്പെട്ട വാക്കുകളാണല്ലോ എന്ന് യാൻഷിങ് അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവൾ തിരികെ ഓഫീസിലെത്തിയപ്പോഴേക്കും അവൾ കേസന്വേഷണത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് അവിടെ ഉള്ളവർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ സ്ഥിരമായി ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്താണ് മന്ത്രി എന്ന് അവൾക്ക് ഇരിക്കാൻ സ്ഥലം നൽകിയത്. ഈ ഓഫീസിലുള്ള ആർക്കും ഈ കേസുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ആരും ഇതിൽ ഇടപെടില്ല എന്നൊക്കെ മന്ത്രി ഒരു വാണിംഗ് പോലെ അവളോട് പറയുന്നുണ്ട്. യാൻഷിങ് പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കാതെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് ചുച്ചു അവളുടെ അടുത്തേക്ക് വന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയത്. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് യാൻഷിങ്ങിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ചുച്ചുവിന് നല്ല പേടിയുണ്ട്. യാൻഷിങ് അവളെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ച ശേഷം മുന്നിലുണ്ടായിരുന്ന കേസ് ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങുന്നു. നേരത്തെ അന്വേഷണത്തിന് പോയിടത്ത് നിന്ന് കിട്ടിയ തുണിയിൽ ജിങ്ഷു വർക്ക്ഷോപ്പ് എന്ന് എഴുതിയിരിക്കുന്നതിനാൽ ആ വർക്ക്ഷോപ്പിനെ പറ്റിയുള്ള കേസിന്റെ ഫയലാണ് അവൾ ആദ്യം പരിശോധിച്ചത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ അവിടുത്തെ ഒരു പ്രിൻസസ്സായ റൂണിങ്ങിന് വേനൽക്കാല ഡ്രസ്സുകൾ നിർമ്മിച്ച് നൽകാൻ ഓർഡർ നൽകിയിരുന്ന ജിങ്ഷു വർക്ക്ഷോപ്പ് അക്കാര്യത്തിൽ കുറച്ച് വീഴ്ച വരുത്തി അത് താമസിപ്പിക്കുന്നു. പ്രിൻസസ് റൂണിങ്ങിന്റെ ഭർത്താവായ പ്രിൻസ് ആയിരുന്നു അവർക്ക് ഈ ഓർഡർ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം ഏറ്റെടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നും അതിനുശേഷം പ്രിൻസസ് റൂണിങ് ഇപ്പോഴത്തെ രാജ്ഞിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നുമൊക്കെ ആയിരുന്നു കേസ് ഫയലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും സംഭവിച്ചത് അതല്ല എന്ന് യാൻഷിങ്ങിന് അറിയാമായിരുന്നു. അന്ന് രാജ്ഞി ധരിച്ചിരുന്ന അതേ പാറ്റേണിലുള്ള ഡ്രസ്സ് തന്നെയാണ് പ്രിൻസസ് റൂണിങ്ങിന് ഈ വർക്ക്ഷോപ്പുകാർ ഉണ്ടാക്കി നൽകിയത്. അതും ധരിച്ചുകൊണ്ട് രാജ്ഞിയുടെ മുന്നിൽ ചെന്നപ്പോൾ അവർ അതിൽ ദേഷ്യപ്പെടുന്നു. ആ കുറ്റബോധം കാരണമാണ് പ്രിൻസ് ആത്മഹത്യ ചെയ്തത്. രാജ്ഞിയുടെ ഡ്രസ്സിന്റെ പാറ്റേണിലുള്ള ഡ്രസ്സ് മറ്റൊരാൾക്ക് നൽകിയതിന് ശിക്ഷയായി ആ വർക്ക്ഷോപ്പിന്റെ ഉടമയെയും അയാളുടെ കുടുംബത്തെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചൊക്കെ യാൻഷിങ്ങിന് നേരത്തെ തന്നെ അറിയാമായിരുന്നതിനാൽ ആ കേസ് ഫയലിൽ പറഞ്ഞിരിക്കുന്നത് ശരിയായ കാര്യങ്ങളല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. രാജ്ഞി ഏർപ്പെടുത്തിയ കോമൺ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കാൻ പാഞ്ചിയും ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അപേക്ഷ നൽകാൻ അവൻ അവിടെ പോയ സമയത്ത് അവനെ പരിചയപ്പെട്ട വേറെ 2 കൂട്ടുകാർ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി അവനെയും വിളിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് പോകുന്നു. മന്ത്രി സാങ് ആണ് പുതിയ സ്റ്റുഡൻസിന് വേണ്ടി അങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഉന്നത കുടുംബങ്ങളിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. അക്കൂട്ടത്തിൽ യാൻഷിങ്ങിന്റെ ബ്രദറുമുണ്ട്. മന്ത്രി സാങ് ഏർപ്പെടുത്തിയ ഒരാൾ ഇവിടെ ഇരുന്ന് അവർക്ക് വൈൻ വാങ്ങിക്കൊടുക്കുകയും മറ്റ് രീതിയിൽ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അയാൾ തന്നെ കുറച്ച് പണം അവർക്ക് സമ്മാനിക്കാനും തുടങ്ങുന്നുണ്ട്. പ്രിൻസ് അവർക്ക് വേണ്ടി നൽകിയതാണ് അത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതൊക്കെ തങ്ങൾക്ക് കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിന്തിച്ച പാഞ്ചി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവന്റെ കൂടെ വന്ന കൂട്ടുകാരും അവനൊപ്പം പോകുന്നു. പക്ഷെ തിരികെ പോകുന്ന വഴിയിൽ കുറച്ചുപേർ അവരെ ആക്രമിച്ച് അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അക്രമികൾ അവരെ ശരിക്കും ഉപദ്രവിക്കുന്നു. ഈ അക്രമികൾ മന്ത്രി സാങ് പറഞ്ഞയച്ച ആളുകളാണ് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് പാഞ്ചിക്ക് മനസ്സിലാവുന്നു. പക്ഷെ അവർ ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ കുറെ അക്രമികൾ അവിടെ എത്തി ആ അക്രമികളെ കൊല്ലുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നവർ പ്രിൻസ് ഷിയാൻ പറഞ്ഞയച്ചിരിക്കുന്നവരാണ് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് പാഞ്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തെ കൂട്ടർക്ക് ഇവരെ ഉപദ്രവിക്കണമെന്ന് മാത്രമായിരുന്നു ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നവർക്ക് ഇവരെ കൊല്ലാനാണ് ഉദ്ദേശം. അങ്ങനെ അവർ പാഞ്ചിയെയും കൂട്ടുകാരെയും കൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് ഷെന്തു തന്റെ സൈനികർക്കൊപ്പം അവിടെ എത്തി അവരെ രക്ഷപ്പെടുത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന അക്രമികളെയെല്ലാം ഷെന്തുവിന്റെ ആൾക്കാർ കൊല്ലുന്നുണ്ട്. അതിനുശേഷം പാഞ്ചിയെയും കൂട്ടുകാരെയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. പാഞ്ചി യാൻഷിങ്ങിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഷെന്തുവിന് നേരത്തെ തന്നെ അവനെ ഇഷ്ടമല്ലല്ലോ. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് താൻ രക്ഷപ്പെടുത്തിയത് പാഞ്ചിയാണ് എന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നത്. അവർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മറ്റൊരു കൂട്ടർ അവിടെ എത്തി അവർക്ക് നേരെ ആക്രമണം തുടങ്ങുന്നു. നേരത്തെ വന്ന 2 ടീമിനെക്കാളിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു ഇപ്പോൾ വന്നവർ. കുറെ പുതിയ തരം ആയുധങ്ങളും അവരുടെ കൈവശമുണ്ടായിരുന്നു. നേരിട്ട് വരാതെ ഒളിഞ്ഞിരുന്നായിരുന്നു അവർ ആദ്യം ആക്രമണം നടത്തിയത്. ഫൈറ്റിനിടയിൽ ആ മുറിയിലുണ്ടായിരുന്ന വിളക്കുകളൊക്കെ മറിഞ്ഞു വീണ് അതെല്ലാം കെട്ടുപോകുന്നു. മാത്രമല്ല ഷെന്തുവിന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്യേണ്ടി വരുന്നു. കുതിര അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. മുറിയിൽ വെളിച്ചമില്ലാത്തതിനാൽ ഷെന്തുവിനിപ്പോൾ ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരും ഓരോ ഭാഗങ്ങളിലായി മറിഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അക്രമികൾ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്.
വെളിച്ചക്കുറവ് കാരണം ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഷെന്തുവിനിപ്പോൾ അക്രമികളെ കണ്ട് ഒരു ആക്രമണം നടത്താൻ സാധ്യമല്ല. അവൻ യോധയിലെ ലാലേട്ടനെ പോലെ കണ്ണൊക്കെ കെട്ടിവെച്ചിട്ട് ചെവി കൊണ്ട് ശബ്ദം മാത്രം ശ്രദ്ധിച്ച് ആ അക്രമികളെയെല്ലാം ഫൈറ്റ് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് അന്തരീക്ഷമൊന്ന് ശാന്തമായപ്പോൾ എല്ലാവരും പോയോ എന്ന് നോക്കാൻ വേണ്ടി ഒളിച്ചിരുന്നിടത്ത് നിന്ന് പാഞ്ചിയും മറ്റൊരു കൂട്ടുകാരനും കൂടി തല ഉയർത്തി നോക്കുന്നു. ആ സമയത്ത് അവർക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഷെന്തു അതും അതിവിദഗ്ധമായി തടഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി അക്രമിയെ കൊല്ലുന്നു. ഒരാൾ മാത്രം ഓടി രക്ഷപ്പെടുന്നുണ്ട്. അയാളെ പിടികൂടാനായി അവൻ്റെ അസിസ്റ്റന്റും കൂട്ടരും കൂടി അയാൾക്ക് പുറകെ പോകുന്നു. ഇതേ സമയത്ത് തന്നെ പ്രിൻസസിന്റെ വിശ്വസ്തയായ തോഴി അവർക്ക് കിട്ടിയ ഒരു രഹസ്യ കുറിപ്പുമായി പ്രിൻസസിന്റെ മുന്നിലെത്തുന്നു. എക്സാമിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ അന്ന് രാത്രി കൊല്ലാൻ ആരോ ഓർഡർ നൽകിയിരിക്കുന്ന ഒരു കുറിപ്പായിരുന്നു അത്. പ്രിൻസസ് അത് നോക്കിക്കൊണ്ട് എന്തോ ചിന്തിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.